മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പക്ഷേ ആ വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്തു, അതിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു വീട്ടിൽ നിന്നൊക്കെ പോകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടായ ഒരു ഇൻസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഡെയിലി ഓരോ വീഡിയോസ് വരുന്നുണ്ട്. അവർ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം വീഡിയോ ചെയ്യുന്നല്ലാതെ ലീഗലായിട്ട് എവിടെയും മൂവ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ആരെ വിശ്വസിക്കും എന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ കാണുന്ന പലർക്കും ഉണ്ടായിരിക്കും. അപ്പം പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ടൊരാൾ അഭിപ്രായം പറയുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ പരസ്പരം ഇവർ സംസാരിക്കുന്നു, പറയുമ്പോൾ ഇവർ അവരുടെ ന്യായം മാത്രമേ പറയുന്നുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന ഒരാളുടെ ന്യായം പറയുന്നു, അച്ഛനും മകനും അമ്മയും കൂടി ഇരുന്ന ഒരാളുടെ ന്യായം പറയുന്നു. ഇവർ രണ്ടുപേരും കരയുന്നു, ബഹളം വെക്കുന്നു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടി എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണം വരെ വരുന്നു. പക്ഷെ ലീഗലായിട്ട് എവിടെയും മൂവ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ആരോപണം മാത്രം പോരല്ല. ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ, യൂട്യൂബിൽ വന്നൊരു വീഡിയോ ഉണ്ടാകും. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. മൃദുലെ അടുത്ത സമയത്ത് 7ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നൊരു ചടങ്ങ് ഇവരുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മേക്കപ്പ് ചെയ്ത ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇൻസൾട്ടായി പോയി എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട് അവർ. അപ്പോൾ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ പൂർണ്ണമായിരുന്നു കണ്ടു. 24 മിനിറ്റ് ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം നമുക്ക് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ മേക്കപ്പിന് വേണ്ടി വിളിക്കുന്നു, അങ്ങനെ അവർ പോകുന്നു. വെളുപ്പിന് 4 മണിക്കാണ് ട്രാവൽ ചെയ്ത് അവരുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ലൈറ്റ് കൊണ്ടുപോയില്ല, യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് ലൈറ്റ് കാണുമല്ലോ, അത് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇവരുടെ ഫാൻസ് ആണ്. കാരണം ഈ 40 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്കെല്ലാം ഭയങ്കര കൊതിയായിരുന്നു ഇതുപോലൊരു ഫാമിലി വേണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കൗതുകത്തോടെ ഇവരെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇവരുടെ ഒരു വർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ പേരിൽ ഇവർ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ആയിട്ടാണ് ആ വീട്ടിലേക്ക് പോയത് എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നത്. പക്ഷെ പോയതിനു ശേഷം അവർക്കുണ്ടായത് മനം മടിപ്പിക്കുന്ന അവസ്ഥകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരാളവിടെ ചെന്നിട്ട് അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടായ ഒരു ഇൻസൾട്ട് അവിടെ പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും നിന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവർക്ക് ഉണ്ടായ ഇൻസൾട്ട് അവർ തിരിച്ച് തൃശ്ശൂരിൽ വരുന്നവരെ സംസാരിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്ന പോലൊന്നും അല്ല, അവർക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ഈ ക്യാമറ കാണുമ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ട് ചിരിച്ച് ബഹളം വെച്ച് സംസാരിക്കുന്നതെന്നും ആ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര അഭിനയമാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇട്ട പോസ്റ്റാണ്. ഞാനും എൻ്റെ ഫാമിലി ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിന് എതിരെ സൈബർ ബുള്ളിംഗ് നടന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിൽ ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്നുള്ള രീതിയിൽ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് സംസാരിക്കേണ്ട എന്ത് കാര്യമായിരുന്നു നിങ്ങൾക്കുള്ളത്? ഇപ്പൊ വീഡിയോ എടുത്ത് സംസാരിച്ചവരോ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞവരോ റിയാക്ട് ചെയ്തവരോ ആണോ കുറ്റക്കാർ? ഒരാളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈഫ് രണ്ടും രണ്ടാണ്. നമ്മൾ ജോലിക്ക് പോകുന്നതും നമ്മുടെ വീട്ടിലെ വ്യക്തി ജീവിതവും രണ്ടാണ്. നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ആരെങ്കിലും ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറയും. സത്യത്തിൽ നിങ്ങൾ കാണിച്ച വമ്പം വിവരക്കേടാണ്. നിങ്ങളുടെ ഫാമിലി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ ലീഗലായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമായിരുന്നു. അഭിപ്രായം ഈ നമ്മുടെ ഫോളോവേഴ്സ് ചോദിക്കുമ്പോൾ അത് പേഴ്സണൽ കാര്യമാണ്, എനിക്കിതിനകത്ത് കൂടുതൽ ക്ലാരിറ്റി നടത്താൻ താല്പര്യമില്ല, അതിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കണത്. അല്ലാതെ നിങ്ങൾ വന്ന് വീഡിയോ ഇടുന്നു, എന്നിട്ട് കരഞ്ഞു കാണിക്കുന്നു, ബഹളം വെക്കുന്നു, ഓപ്പോസിറ്റ് സൈഡ് വന്ന് വീഡിയോ ഇടുന്നു, കരഞ്ഞു കാണിക്കുന്നു, ബഹളം വെക്കുന്നു, നിങ്ങൾ മടങ്ങി വരും എന്നൊക്കെ യൂട്യൂബിനകത്തോട്ട് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. കമന്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പ്രതികരിക്കും, ഒരു സംശയമുണ്ടോ? പ്രതികരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ വീഡിയോ അതായത് 50 ലക്ഷം വ്യൂ വരാൻ നേരത്തെ വെറുതെ ഒന്നുമല്ലല്ലോ, കാശ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് എന്തിനാണ് യൂസ് ചെയ്തത്? നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ എന്തിനാണ് യൂട്യൂബിൽ കൊണ്ടുവന്നത്? അപ്പം ഇപ്പൊ സാധാരണ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവർ അല്ലെങ്കിൽ കമന്റ് ചെയ്തവരാണ് പ്രശ്നം. കമന്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആർക്കും കമന്റ് ചെയ്യാൻ അവകാശമില്ല, അഭിപ്രായം പറയാം. അതിനപ്പുറത്തേക്ക് പോകരുത്. ചില ആൾക്കാർ അതിന്റെ അപ്പുറത്തേക്ക് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫ് എപ്പോഴും പേഴ്സണൽ ലൈഫ് ആയിരിക്കണം. നമ്മുടെ ഫാമിലി ലൈഫ് എപ്പോഴും ഫാമിലി ലൈഫ് ആണ്. അതിൽ ഒരു സ്പേസ് മാറ്റി വെക്കണം. ഇതെടുത്ത് പബ്ലിക് ആക്കി വിടരുത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ചിലപ്പോൾ ഇത് പ്രാങ്ക് ആയിട്ട് ലാസ്റ്റ് ഇവർ പറയും ഇത് പ്രാങ്ക് ആണെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സന്തോഷം അഭിനയിച്ചവർക്ക് സ്വാഭാവികമായിട്ടും കരയാനും അറിയായിരിക്കും.
ഈ വീഡിയോയിൽ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ വീട്ടിൽ ചെന്നപ്പോൾ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുണ്ട്, കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എൻ്റെ കൊച്ചു എന്ന് പറയുന്ന ആൾ, അപ്പോൾ ഇവരുടെ ഫാനായിരുന്നു, കൊച്ചുവിൻ്റെ ഫാനായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവിടെ ചെന്നപ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്തില്ല. ഒരു ലൈറ്റ് ഒഴിച്ചപ്പം കൊടുത്തിട്ട് വെറുതെ ആക്കി വിടുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ ഇടയ്ക്ക് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ അമ്മ പലരും ഇപ്പോൾ നെഗറ്റീവ് പറയുന്നുണ്ട്, അമ്മ നല്ല രീതിയിലാണ് പെരുമാറിയത്, ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ആ പെൺകുട്ടി മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അതുപോലെ മൃദുലയുടെ ക്യാരക്ടർ നല്ലതായിരുന്നു എന്ന് പറയുന്നു, മൃദുലയുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ ഈ കൊച്ചു എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി അവർക്ക് അഭിപ്രായമില്ല എന്നുള്ളതാണ് ഇവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അവർ ആ വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്തു, അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു വീട്ടിൽ നിന്നൊക്കെ പോകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടായ ഒരു ഇൻസൾട്ട് നമുക്ക് മനസ്സിലാക്കാനേ പറ്റും. അപ്പൊ നമ്മൾ ഈ റീലിൽ കാണുന്ന റിയൽ ലൈഫിലേക്കൊക്കെ നോക്കാൻ നേരത്തെ ഇതുപോലെയാണ്. നമ്മൾ ഈ വലിയ വലിയ ആരാധിച്ച വിഗ്രഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ സംഭവം. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയും അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റന്റിന്റെയും സംസാരം കേട്ടാൽ മനസ്സിലാവും. ഇവര് ഈ റീൽസിലൊക്കെ 40 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു വർക്ക് കിട്ടിയപ്പം വീട്ടിൽ ചെന്നപ്പോൾ അവർക്കുണ്ടായ ഒരു ഇൻസൾട്ടിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അവർ അന്നും പറയുന്നുണ്ട് ഇവർ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ കൊച്ചു എന്ന് പറയുന്ന ആൾക്കാരോട് പെരുമാറുന്ന രീതി വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. ഒരു മേക്കപ്പ് ഇട്ട് നിൽക്കാൻ രീതി ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഡയലോഗ്സ് ആണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഈ ഫാമിലിയിലുള്ള പ്രശ്നം നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതല്ലാതെ ഇവർ ഫാമിലിയുള്ള ആൾക്കാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും സംസാരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ ചെന്നിട്ട് അവരുടെ ഫാമിലിയിൽ കണ്ടത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാമറ കാണാൻ നേരത്ത് ഇവരുടെ മുഖത്തിന്റെ ഭാവങ്ങൾ മാറും. ക്യാമറ കാണാൻ ഇപ്പം ഒരു എല്ലാ ഫാമിലി ടൈമിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കും, പക്ഷെ ക്യാമറ കാണാൻ നേരത്ത് ഭയങ്കര സ്നേഹം ചിരി ഒക്കെ ആയിട്ട് ഇവർ നിൽക്കും. ഇവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്, ഇത് കണ്ടു നിന്നവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലുള്ള ഡ്രാമയും അഭിനയമായിരുന്നു ഇവര് സോഷ്യൽ മീഡിയയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. റിയൽ ലൈഫിൽ ദുരന്തമായിരുന്നു, അത് അവർ കണ്ടവർ തന്നെ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ കാണാൻ നേരത്ത് നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ 24 മിനിറ്റുള്ള വീഡിയോ കാണാൻ നേരത്ത് മനസ്സിലാവും. എന്തായാലും ഈ വിഷയം ഒത്തുതീർപ്പാക്കേണ്ട കേസൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുട്ടികൾ ഉൾപ്പെടെ കാണുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിലാണ് ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടി എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇതിന് കോംപ്രമൈസ് എന്നൊക്കെ പറയുന്നത് വീട്ടിലുള്ളവർ രണ്ടുപേരും പോയി കെട്ടിപ്പിടിച്ച് കൈ കൊടുത്താൽ തീരേണ്ട കേസല്ല, ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ആ കുട്ടിയെ ബാധിച്ച കേസാണ്, ആ കൊച്ചുകുട്ടി വയറ്റിൽ കിടക്കുന്ന കൊച്ചുകുട്ടിയെ അവരെ ബാധിക്കുന്ന കേസാണ്. പുറത്തുനിന്നും വീട്ടിൽ പോയി ഇൻസൾട്ട് ഏറ്റുവാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. ആദ്യമായിട്ട് പേര് കാണുന്നവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.